ഈ പെൻഡ്രൈവ് ഒരു പ്രത്യേകതരം പെൻഡ്രൈവ് ആണ്, സാധാരണ പെൻഡ്രൈവ് അല്ല. നമുക്ക് ആ വൈഫൈയുടെ പാസ്വേഡ് അറിയണമെന്നില്ല, നമ്മൾ ആ വൈഫൈയിൽ കണക്ട് ചെയ്യണമെന്ന് പോലും ഇല്ല. കിട്ടില്ലല്ലോ. നിങ്ങളുടെ കാർഡിൽ NFC ആക്ടിവേറ്റഡ് അല്ലേ? ഇതെനിക്ക് വേറെ കാർഡിലേക്ക് ആക്സസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് NFC വെച്ചാൽ മതി. ഹാക്കറുടെ ടൂൾസ് എന്താണെന്ന് അറിയാൻ ഒരു കൗതുക ആളുകൾക്കുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അതൊന്ന് എന്തൊക്കെയാണ് ടൂൾസ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാമോ? അപ്പോൾ ഇതൊരു ചെറിയൊരു പെൻഡ്രൈവ് ആണ്. ഇപ്പോൾ ഈ പെൻഡ്രൈവ് ഒരു പ്രത്യേകതരം പെൻഡ്രൈവ് ആണ്, സാധാരണ പെൻഡ്രൈവ് അല്ല. അപ്പോൾ ഞാൻ ഈ പെൻഡ്രൈവ് ഒരു ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ HR അല്ലെങ്കിൽ മാനേജർ ഇരിക്കുന്ന സ്ഥലത്ത് ഇട്ട് വയ്ക്കുക വെറുതെ, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഇരിക്കുന്ന സ്ഥലത്ത് വെറുതെ ഈ പെൻഡ്രൈവ് കൊണ്ട് ഇട്ട് വയ്ക്കുക. അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് ക്ലാസ് റൂമിൽ ഈ പെൻഡ്രൈവ് എവിടെയെങ്കിലും ഒരു കോർണറിൽ അല്ലെങ്കിൽ ഒരു ബെഞ്ചിലോ ഡെസ്കിലോ ഇത് കൊണ്ട് വയ്ക്കുക. അപ്പോൾ കുട്ടികൾ അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയീസ് വർക്കേഴ്സ് അവിടെ വരുമ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി, ഇത് ആരുടെ പെൻഡ്രൈവ്, ഇത് കാണുമ്പോൾ ഒരു പ്രത്യേകതയില്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിനെന്താ ഉള്ളത്, അല്ലെങ്കിൽ ഇത് ആരുടെ പെൻഡ്രൈവ്, ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് കണക്ട് ചെയ്ത് നോക്കും. ഞാൻ ഓൾറെഡി ഇതിലൊരു പ്രോഗ്രാം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏത് PC അല്ലെങ്കിൽ ഏത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്താലും അതിൽ സേവ് ചെയ്തിട്ടുള്ള, ബ്രൗസറിൽ സേവ് ചെയ്തിട്ടുള്ള പാസ്വേഡ് എല്ലാം ഇതിലേക്ക് കോപ്പി ആവണം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും വരില്ല. സാധാരണ പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുമല്ലോ USB ഡ്രൈവ് FG, ഇതുപോലൊന്നും വരില്ല. കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും വരില്ല. ഇതിലൊരു ലൈറ്റ് കത്തുന്നുണ്ടാവും. എന്നിട്ട് ഇവരിത് ഊരുമ്പോൾ തന്നെ അതിൽ സേവ് ചെയ്തിട്ടുള്ള പാസ്വേഡ് എല്ലാം ഇതിലേക്ക് ആവും. അതൊരു എക്സാമ്പിൾ. ഇല്ല, ആർക്കും മനസ്സിലാവുകയില്ല. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേര് USB റബ്ബർ ഡക്കി എന്ന് പറയും. ഇത് ഡിജി സ്പാർക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നെ വേറെ വേറെ സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ യൂട്യൂബിലൊരു വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അത് ഏത് URL വേണം നമുക്ക് സെറ്റ് ചെയ്യാം. യൂട്യൂബിലെ ഒരു ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിൻഡോസിലാണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് തുറന്നിട്ട് അതിലൊരു സ്ക്രിപ്റ്റ് റൺ ആവുകയാണ് ചെയ്യുന്നത്. ആ സ്ക്രിപ്റ്റ് ആക്ച്വലി ചെയ്യുന്നത് ഈ URL പോയിട്ട് വീഡിയോ പ്ലേ ചെയ്യുക എന്നുള്ളതാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല സ്ക്രിപ്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിൽ റാൻസം വെയർ സിമുലേഷൻ കാണിക്കണം. റാൻസം വെയർ എന്ന് പറഞ്ഞൊരു മാൽവെയർ ഉണ്ട്. അതൊരു സിസ്റ്റത്തിൽ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽസ് ഫോൾഡേഴ്സ് എല്ലാം എൻക്രിപ്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കണം, ഒന്ന് പ്രാങ്ക് ചെയ്യണം. ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ യുവർ സിസ്റ്റം ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് മാൽവെയർ എന്നൊരു അലേർട്ട് വരും. പിന്നെ അൺലിമിറ്റഡ് നമ്പർ ഓഫ് പോപ്പപ്സ് വരണമെങ്കിൽ വരാം. യുവർ സിസ്റ്റം ഈസ് അറ്റ് റിസ്ക് 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 എന്നുള്ള രീതിയിൽ കുറേ അലേർട്ടുകൾ വരാം. അങ്ങനെ വിൻഡോസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഇതിലേക്ക് ലോഡ് ചെയ്യാം, ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ലോഡ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് ESP8266 എന്ന് പറയുന്ന ഒരു ചിപ്പാണ്. ചെറിയൊരു മൈക്രോ കൺട്രോളറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് വൈഫൈ അറ്റാക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വൈഫൈയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം പാക്കറ്റ്സ് ആണ് പോകുന്നത്, ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ എന്തെല്ലാം പാക്കറ്റ്സ് ആണ് പാസ് ചെയ്ത് പോകുന്നത്, ഒരു വൈഫൈയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് ഏതൊക്കെയാണ്. ഇനി നമുക്ക് ഒന്നും വേണ്ട, ഇപ്പോൾ ഒരു വൈഫൈയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസിനെ എല്ലാം ഡിസ്കണക്ട് ചെയ്യണം, അത് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ആ വൈഫൈയുടെ പാസ്വേഡ് അറിയണമെന്നില്ല, നമ്മൾ ആ വൈഫൈയിൽ കണക്ട് ചെയ്യണമെന്ന് പോലും ഇല്ല. നമ്മൾ അതിൻ്റെ നിയർ ബൈ ആയിട്ട് നിന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ആ വൈഫൈയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസിനെ ഡിസ്കണക്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ESP8266 എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇതും സിമിലർ ആണ്. നോഡ് MCU എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇതിലും വൈഫൈ അറ്റാക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇലക്ട്രോണിക്സ് ആണ്, മൈക്രോ കൺട്രോളർ. ഇത് നോഡ് MCU എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ആണ്. ഇത് ESP8266, ഇത് മൈക്രോ കൺട്രോളർ ആണ്. ഇത് ബേസിക്കലി ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കുന്ന മൈക്രോ കൺട്രോളേഴ്സ് ആണിത്. ഇത് നമുക്ക് ഇങ്ങനെ ഹാക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ബേസിക്കലി ഇതിനെല്ലാം ഒരു എത്തിക്കൽ പർപ്പസ് ഉണ്ട്. എത്തിക്കൽ പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങളും. അതിനാണ് എത്തിക്കലായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി അങ്ങനെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫ്ലിപ്പർ. ഇത് ഫ്ലിപ്പർ 0 എന്ന് പറയുന്ന ഡിവൈസാണ്. ഇത് ഒറ്റടി കണ്ടാൽ നമുക്ക് എന്താ തോന്നുന്നത്? ഒരു ഗെയിമിന്റെ കൺട്രോളർ നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഗെയിമിന്റെ ഒരു കൺട്രോളർ ലുക്ക്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് വളരെ വലുതാണ്. ഈവൻ ഈ ഓഫീസിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഒരു RFID ഉണ്ടാവും, ഗപ്പൻ ലോക്ക് ഉണ്ടാവും ഫോണിൽ. ഓക്കെ, ആ RFID ഇത് വെച്ചിട്ട് ക്രാക്ക് ചെയ്തെടുക്കാം നമുക്ക് സിമ്പിളായിട്ട്. അതായത് നമ്മൾ ഹോം ഓട്ടോമേഷനിലെ നമ്പർ ലോക്കൊക്കെ ഇട്ട് പോയ ആളുകൾക്ക് ഈ ഒറ്റ ഡിവൈസ് വെച്ചിട്ട് നമുക്കതിനെ ക്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ മൊബൈലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പാമുകൾ അലേർട്ട് ചെയ്യാം. അത് ആൻഡ്രോയിഡിന് iOS-നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും അലേർട്ട് വരും, നമ്മൾ ആ അലേർട്ടിൽ ഞെക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ ജാം ചെയ്യണമെങ്കിൽ നമുക്കിതൊന്ന് ജാം ചെയ്യാം.
iOS ബേസ് ചെയ്ത് തന്നെ ഒരു അറ്റാക്ക് ഉണ്ട്. iOS 17 ലോക്കപ്പ് ക്രാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ബ്ലൂടൂത്ത് പെയറിംഗ് റിക്വസ്റ്റ് വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിലെന്തോ ഒരു തട്ടിപ്പുണ്ടെന്ന് മനസ്സിലായിട്ട് നമ്മൾ സ്ക്രീൻ ക്ലോസ് ചെയ്യും. കണക്ട് ചെയ്യുന്നില്ല, പെയർ ചെയ്യാതെ സ്ക്രീൻ ക്ലോസ് ചെയ്യും. അപ്പൊ ഫോൺ ക്രാഷ് ആവും കുറച്ച് കഴിയുമ്പോൾ. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ ഫോണിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്തിട്ട് മറിച്ച് കാണിച്ചു പിന്നെ തോന്നാറില്ല, കുറച്ച് നേരം കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്ത് വരും, ടൈം എടുക്കും. അത് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ അവിടെ കാർഡുകളിലൊക്കെ മുകളിൽ ഇങ്ങനെ ഒരു ചിഹ്നം ഉണ്ടാവും. ജനറലി ആളുകൾ വൈഫൈ എന്നൊക്കെ വിളിക്കുന്ന സംഗതി NFC എന്ന് അതിനെ വിളിക്കാം. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട, പിന്നടിക്കണ്ട, നിൽക്കണ്ട, തിരക്കണ്ട എന്ന് പറയുന്ന പോലെ തന്നെ ചെയ്ത് നമ്മൾ നേരെ പോകുന്നു. നമ്മൾ ആളുടെ ഇടയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാർഡ് എടുത്ത് ടാപ്പ് ചെയ്ത് തിരിച്ചു പോകുന്നു. സിമ്പിൾ പരിപാടികൾ, ഫെസിലിറ്റി കൂടി, നമുക്കുള്ള അഡ്വാൻറ്റേജുകൾ കൂടി, അതിൻ്റെ ഒപ്പം അതിൻ്റെ റിസ്ക്കും കൂടി. ഈ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു ഫ്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ മതി. ഈ കാർഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ ആ കാർഡിൻ്റെ നമ്പർ, CVV, കാര്യങ്ങൾ കംപ്ലീറ്റ്, എക്സ്പയറി ഡീറ്റെയിൽസ് കംപ്ലീറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിൻ കോഡ് കിട്ടിയില്ലല്ലോ. നിങ്ങളുടെ കാർഡിൽ NFC ആക്ടിവേറ്റഡ് അല്ലേ? ഇതെനിക്ക് വേറെ കാർഡിലേക്ക് ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് NFC വെച്ചാൽ മതി ആ കാർഡ് ഉപയോഗിച്ചിട്ട്. സിമ്പിളായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു വാലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാലറ്റിൻ്റെ ബാക്കിൽ വെച്ചാൽ പോലും കിട്ടും. എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ എനിക്കത് റീഡ് ചെയ്ത് കിട്ടും. തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ലുലു മാളിൽ പോകുന്നു, അല്ലെങ്കിൽ മെട്രോയിൽ യാത്ര ചെയ്യുന്നു, ട്രെയിനിൽ, ബസ്സിൽ, തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പോക്കറ്റിലൊക്കെ കാർഡ് ഇടുകയാണെങ്കിൽ ഇതുപോലെ ആളുകൾ വന്നിട്ട് ജസ്റ്റ് അപ്രോച്ച് ചെയ്താണ് തട്ടി പോകുന്ന തിരക്കിൽ നമ്മൾ അറിയുന്നില്ല. ഈ പ്രോഡക്റ്റ് ആർക്കും വാങ്ങാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതൊരു ത്രെറ്റ് അല്ലേ? അതെ, ഇതും എഡ്യൂക്കേഷണൽ പർപ്പസ് പ്രൊഡക്റ്റ് ആണ്. ചൈനീസ് പ്രോഡക്റ്റ് ആണ്. ഫ്ലിപ്പർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ എഡ്യൂക്കേഷണൽ പർപ്പസ് പ്രൊഡക്റ്റ് ആണ് അത് വരുന്നത്. അപ്പോൾ മീൻസ് ഇത്തരം ത്രെറ്റുകൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ചെയ്യാൻ പറ്റുന്ന പണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ NFC പ്രൊട്ടക്റ്റഡ് വാലറ്റ് യൂസ് ചെയ്യുക. ജനറലി NFC പ്രൊട്ടക്റ്റഡ് വാലറ്റുകൾ യൂസ് ചെയ്യുക. അതും അല്ലാന്നുണ്ടെങ്കിൽ NFC അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. മൊബൈൽ ആപ്പ് കയറിയ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ കയറിയിട്ടുണ്ടെങ്കിൽ NFC ഓഫ് ചെയ്ത് വെക്കാൻ ഓഫ് ചെയ്ത് വെക്കുക. അതും അല്ലെങ്കിൽ NFCക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതായത് അറ്റ് എ ടൈം ട്രാൻസാക്ഷൻ 2000 മാത്രമേ NFC വഴി എനിക്ക് പോകാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ 2000 പോകുള്ളൂ. പോവും. മീൻസ് ആ പോക്കിലെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും. ചില ആൾക്കാർ കാണാം പേഴ്സിലൊക്കെ കാർഡൊക്കെ വെക്കുമ്പോൾ 2 അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിന്റെ ഇടയിൽ വെക്കുന്നത്. അതൊന്നും 100% ആക്യുറേറ്റ് അല്ല. NFC പ്രൊട്ടക്റ്റഡ് കേസുകൾ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ.